ലെബനനിലെ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രയേൽ ഉപാധികളില്ലാതെ പിന്മാറുന്നതിനായി കൃത്യമായൊരു സമയക്രമം നിശ്ചയിക്കണമെന്ന് അമേരിക്കയോട് ഇറാൻ. ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിൽ ഒപ്പിട്ട യുദ്ധവിരുദ്ധ ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാന്റെ ഈ പുതിയ നീക്കം. മേഖലയിൽ സുസ്ഥിരമായ സമാധാനം സ്ഥാപിക്കുന്നതിനും അന്തിമ കരാറിലെത്തുന്നതിനും ലെബനനെതിരായ ഇസ്രായേലിന്റെ സൈനിക നടപടികൾ അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. അധിനിവേശ പ്രദേശങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ സൈനിക പിന്മാറ്റം ഇതിനായുള്ള പ്രധാന നിബന്ധനയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലെബനന്റെ പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനൊപ്പം ലെബനൻ ജനതയുടെ അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കുന്നത് ഏതൊരു കരാറിന്റെയും നിലനിൽപ്പിന് അത്യാവശ്യമാണെന്നാണ് ഇറാന്റെ നിലപാട്. ഏപ്രിലിലെ വെടിനിർത്തൽ ധാരണയിലും ജൂൺ 18 മെമ്മോറാണ്ടത്തിലും ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കുന്നതിനൊപ്പം ലെബനനിലെ ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിനും ഇറാൻ വലിയ മുൻഗണനയാണ് നൽകിയിട്ടുള്ളത്. ഒപ്പുവെച്ച കരാർ പ്രകാരമുള്ള ബാധ്യതകൾ നിറവേറ്റാനും ലെബനനിലെ എല്ലാ പ്രദേശങ്ങൾക്കും നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും അമേരിക്ക തയ്യാറാണ്. ആഴ്ചകൾ നീണ്ട പ്രാദേശിക സൈനിക സംഘർഷങ്ങൾക്കും നയതന്ത്ര ചർച്ചകൾക്കും ശേഷമാണ് 14 നിർദ്ദേശങ്ങൾ അടങ്ങിയ വിപുലമായ ഒരു ധാരണാപത്രം ഇറാനും അമേരിക്കയും ചേർന്ന് രൂപീകരിച്ചത്. ഇത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ഇരു രാജ്യങ്ങളും തുടരുന്നതിനിടയിലാണ് അധിനിവേശ പ്രദേശങ്ങളിൽ നിന്നുള്ള സൈനിക പിന്മാറ്റത്തിന് എത്രയും വേഗം സമയക്രമം നിശ്ചയിക്കണമെന്ന ടെഹ്റാന്റെ പുതിയ ആവശ്യം വരുന്നത്. മേഖലയിലെ നിർണായകമായ ഇത്തരം രാഷ്ട്രീയ വാർത്തകൾ പുറത്തുവിട്ട പ്രമുഖ ഓൺലൈൻ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ വെബ്സൈറ്റുകളിൽ ഡിജിറ്റൽ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. വായനക്കാർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്ന ഹാനികരമായ സോഫ്റ്റ്വെയറുകളെയും വേർതിരിച്ചറിയാൻ ലക്ഷ്യമിട്ടുള്ള ഓട്ടോമേറ്റഡ് വെരിഫിക്കേഷൻ സംവിധാനങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. സംഘർഷഭരിതമായി തുടരുന്ന ലെബനൻ അതിർത്തിയിൽ 21 ദിവസം വെടിനിർത്തൽ നടപ്പാക്കണമെന്ന നിർദ്ദേശത്തോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ. ചോര ചിന്തുന്ന ലെബനന് താൽക്കാലിക ആശ്വാസം നൽകാൻ അമേരിക്കയുടെ നേതൃത്വത്തിലാണ് യൂറോപ്യൻ യൂണിയനും യുകെയും അറബ് രാജ്യങ്ങളും ഉൾപ്പെടുന്ന 12 രാജ്യങ്ങളുടെ സഖ്യം ആഹ്വാനം ചെയ്തത്. അതിർത്തിയിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും നേർക്കുനേർ നിന്ന് പൊരുതുന്നതിനിടെയാണ് സമാധാനത്തിനുള്ള ശ്രമങ്ങൾക്കായി സഖ്യകക്ഷികളുടെ ശ്രമം. എന്നാൽ സഖ്യരാഷ്ട്രങ്ങളുടെ ആഹ്വാനം ഇസ്രയേൽ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. യുദ്ധം തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 27 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംഘർഷവുമായി ബന്ധപ്പെട്ട ശക്തമായ നിലപാട് നെതന്യാഹു അറിയിച്ചത്. അതേ ദിവസം തന്നെയായിരുന്നു ഹിസ്ബുള്ളയുടെ തലവനെ വധിച്ചതായി ഇസ്രയേൽ പ്രഖ്യാപിച്ചത്. ലക്ഷ്യം കാണുന്നതുവരെ യുദ്ധം ശക്തമായി തുടരുമെന്ന ഇസ്രയേലിന്റെ പ്രഖ്യാപനം കൂടിയാണിത്. വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള സംയുക്ത പ്രസ്താവന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമാണ് പുറത്തുവിട്ടത്. സുരക്ഷയുടെയും സംരക്ഷണത്തിന്റെയും ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന പരസ്പരമുള്ള വെടിവെപ്പും ആക്രമണങ്ങളും താൽക്കാലികമായി നിർത്തണമെന്ന് ഇസ്രയേലിനോടും ലെബനനോടും ആവശ്യപ്പെടുന്നു. ഒക്ടോബർ 7 മുതൽ ആരംഭിച്ച സംഘർഷം പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ആഴ്ചയായി നടന്ന അതിഗൌരവമായ സംഘർഷം കൂടിയാണ്. സാധാരണക്കാരടക്കം 100 കണക്കിന് പേർ കൊല്ലപ്പെട്ടു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നാൽ അത് ജനങ്ങൾക്കും മേഖലയ്ക്കും ഒരുപോലെ ആശ്വാസമേകുമെന്ന് സംയുക്ത പ്രസ്താവന വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ നടപ്പിലാക്കുന്നത് ചർച്ചകൾ വഴിതുറക്കുമെന്നും പൗരന്മാർക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങിയെത്താൻ വഴിതുറക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇസ്രയേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമായ വ്യോമാക്രമണം നടത്തുമെന്ന സൂചന നൽകിയതിന് പിന്നാലെയാണ് വെടിനിർത്തലിന് സഖ്യകക്ഷികൾ ആഹ്വാനം ചെയ്തത്. കരയാക്രമണത്തിനും വ്യോമാക്രമണത്തിനും സജ്ജരാവാൻ ഇസ്രയേൽ അവരുടെ സൈനികർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കരവഴി ലെബനനിലേക്ക് അധിനിവേശം നടത്താനായിരുന്നു ഇസ്രയേൽ സൈന്യത്തിന് ലഭിച്ച നിർദ്ദേശം. കരയുദ്ധത്തിന്റെ സൂചന നൽകി ഇസ്രയേൽ സൈന്യം ലെബനന്റെ വടക്കൻ അതിർത്തിയിൽ ഉടനീളം കൂടുതൽ ടാങ്കറുകളും കവചിത വാഹനങ്ങളും വിന്യസിച്ചു. ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം തുടർന്നാൽ ലെബനനും ഗാസയുടെ അതേ അവസ്ഥ വരുമെന്നായിരുന്നു ഇസ്രയേൽ ഉന്നത സൈനികോദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ്. 3 ദിവസത്തിനുള്ളിൽ 2000-ലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ആക്രമിച്ചെന്നും ആക്രമണം ഇനിയും വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം സൂചന നൽകി. പറഞ്ഞത് വെറും വാക്കായല്ല. സെപ്റ്റംബർ 2-ാം വാരം മുതൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണം ഗുരുതരമായ ദുരിതത്തിലേക്കാണ് ലെബനൻ മേഖലയെ കൊണ്ടെത്തിച്ചത്. 1000-ലേറെ പേർ കൊല്ലപ്പെടുകയും 6000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.